Today I am so delighted. ഞാൻ പാസ്റ്റർ അരുൺ വരുമെന്നാണ് വിചാരിച്ചത്. നമുക്കൊരു വിശിഷ്ടമായ അതിഥി നമ്മുടെ നടുവിലുണ്ട്. ആ ദൈവത്തിൻ്റെ ദാസനാണെന്ന് വചനം സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വളരെ വിശിഷ്ടമായ ആളുകളെ നമ്മുടെ കൊച്ചു കൂട്ടായ്മയിൽ ദൈവം അയക്കുന്നതിനായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. So it is my joy and honor to welcome Pastor Paul Chowdhury, the National Director of Operation Christmas Child. ഈ മിനിസ്ട്രിയുടെ റീജിയണൽ കോർഡിനേറ്ററാണ് നമ്മുടെ സീനിയർ പാസ്റ്റർ അരുൺ. ഈ ശുശ്രൂഷയുടെ നാഷണൽ കോർഡിനേറ്ററായി ഡയറക്ടറായിട്ടാണ് കർത്താവിൻ്റെ ദാസൻ പ്രവർത്തിക്കുന്നത്. Pastor Paul is a servant of God with a heart for children and missions and the gospel of Jesus Christ. Through his leadership, he has actually touched countless lives across this nation. He was also working, by profession, he is an engineer, like our pastor is a chemical engineer. He was also an engineer, but he resigned his job and he was into pastoral ministry for the last 22 years. Let's put our hands together and praise be to God. Hallelujah. അതെത്ര വലിയ ഒരു ശുശ്രൂഷയാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് താനത് ചെയ്തത്. ഹിസ് പാഷൻ ഫോർ കിങ്ഡം ആൻഡ് ദ ഫെയ്ത്ത്ഫുൾ സർവീസ് ആർ എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് അറ്റ് ലാർജ്, ഐ ബിലീവ്. Body of Christ in India, and he is from Vijayawada. I think more details he will share. Let's really put our hands together to welcome Pastor Paul to come and share the word. We are so glad, sir, you have come all the way and that you have chosen to come to our little fellowship. Thank you so very much, and we want to welcome you. Please come and share what the Lord has laid in your heart. I'm so grateful to the Lord that he has brought me here, Kerala, for the first time in my life. ആദ്യമായിട്ട് കേരളത്തിൽ വരാൻ, ഈ കൂട്ടായ്മയിൽ വരാൻ ദൈവം എനിക്ക് അവസരം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. I really thank Senior Pastor Arun Ramakrishnan and his team of OCC welcoming me and keeping me for these 3 days. പാസ്റ്റർ അരുൺ രാമകൃഷ്ണനും അദ്ദേഹം നയിക്കുന്ന ടീമും എന്നെ കേരളത്തിലേക്ക് ക്ഷണിച്ചതിന്, ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ എന്നെ വിളിച്ചതിന് നന്ദി പറയുന്നു. I really thank Pastor Matthews to welcome me and also invited to preach and to share the God's word this afternoon, this morning. ഈ രാവിലെ ഇവിടെ വന്ന് ശുശ്രൂഷിക്കാൻ അവസരം തന്ന പാസ്റ്റർ മാത്യുവിനും ഞാൻ നന്ദി പറയുന്നു. Praise the Lord to all of you. Praise the Lord. Hallelujah. How all of you are doing? നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? സന്തോഷമായിരിക്കുന്നു? കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? What a great privilege to have a holy communion today all together. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ മേശ ആചരിപ്പാൻ കർത്താവ് തന്ന ആ പദവിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. When Pastor Matthew was reading through the John first chapter, യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ വായിച്ചപ്പോൾ, when John looked at Jesus while he was walking, he told, "Behold the Lamb of God, who takes away the sin of the whole world." സ്നാപക യോഹന്നാൻ കർത്താവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെയാ പറഞ്ഞത്, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. And the next day again, when Jesus was walking the same way road, he again saw and told, "Behold the Lamb of God." അടുത്ത ദിവസം തന്നെ കണ്ടപ്പോഴും അതേ വാക്ക് തന്നെ ആവർത്തിക്കുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. Immediately 2 of his disciples left John and decided to follow Jesus. പെട്ടെന്ന് യോഹന്നാന്റെ 2 ശിഷ്യന്മാര് അവിടെ നിന്ന് കർത്താവിന്റെ ശിഷ്യത്വ ഗണത്തിലേക്ക് ചേരുവാനായിട്ടിടയായി. Now we are all the disciples of Jesus. നമ്മളെല്ലാവരും കർത്താവിന്റെ ശിഷ്യന്മാരാണ്. It's a great privilege to follow Jesus. യേശുവിനെ അനുഗമിക്കുന്നത് എത്ര ശ്രേഷ്ഠമായ കാര്യമാണ്. I would like to share from the God's word today from the book of 2 Kings. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 7th chapter and verse 1 shall be read in the beginning. 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. Elisha replied, "Hear the word of the Lord. This
This is what the Lord says. About this time tomorrow, a sea of the finest flour will sell for a shekel, and 2 seahs of barley for a shekel at the gate of Samaria. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ. നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സേയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സേയ ഏവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. Let's pray for this word. ഈ വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Our dear Heavenly Father, we thank you that you have given us opportunity to meditate your word again today. കർത്താവേ, ഇന്ന് വീണ്ടും അങ്ങയുടെ വചനം ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിന് നന്ദി പറയുന്നു. This is the time we are seeking to hear your voice. കർത്താവേ, അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങൾ കൊതിക്കുന്നു. കർത്താവേ, Speak to us. ഞങ്ങളോട് സംസാരിക്കണമേ നാഥ. Cover me with your blood. കർത്താവേ, അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കവർ ചെയ്യണമേ. I want to be hidden behind your cross. ക്രൂശിന്റെ നിഴലിൽ മറഞ്ഞിരുന്നു കൊണ്ട് ശുശ്രൂഷിപ്പാൻ സഹായിക്കണമേ. You speak to us now. കർത്താവേ, എന്നെ ഉപയോഗിക്കണമേ. As the Holy Spirit is speaking to the church, let the people hear it. പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്ന ദൂത് കേൾക്കുവാനും സ്വീകരിപ്പാനും ജനങ്ങളെ സഹായിക്കണമേ. Deal with us today, O Lord. ഇന്ന് ഞങ്ങളോട് ഇടപെടണമേ കർത്താവേ. Bless us through your word today. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. In the precious name of Jesus, I ask you, Father. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു അപ്പാ. Today, dear, we would like to see what is happening in the 2 Kings chapter 7. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇവിടെ സംഭവിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, There was a famine in Samaria. ശമര്യയിൽ ഒരു ക്ഷാമമുണ്ടായി. When we see from the 6th chapter, from verse 24, 24-ാം വാക്യത്തിൽ, sometime later, Ben-Hadad, king of Aram, mobilized his entire army and marched up and laid siege to Samaria. നമ്മൾ 24-ാമത്തെ വാക്യം വായിക്കാമോ? 7 verse 24. 6-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. അതിന്റെ ശേഷം ആരാം രാജാവായ ബെൻ തന്റെ സൈന്യത്തെ ഒക്കെയും കൂട്ടി പുറപ്പെട്ടു ചെന്ന് ശമര്യയെ വളഞ്ഞു. അവർ ശമര്യയെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമമുണ്ടായി. ഒരു കഴുത തലയ്ക്ക് 80 വെള്ളിക്കാശും കാൽക്കപ്പ പ്രകാശത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറി. You see how great famine was in the city. The siege lasted so long that a donkey's head sold for 80 shekels of silver and a quarter of a cab of seed pods for 5 shekels. You have read. അവിടെ മഹാക്ഷാമത്തിന്റെ തീവ്രതയാണ്. ഉപരോധത്തിന് ദൈർഘ്യം വർദ്ധിച്ചപ്പോൾ അവിടെ ആഹാരത്തിന് ഉണ്ടായ, അവിടെ ഓരോ വസ്തുക്കൾക്കും ഉണ്ടായ വിലകയറ്റത്തെ കുറിച്ചുള്ള ഒരു സൂചനയാണ് നമ്മൾ കാണുന്നത്. I would like to show you 3 things from this passage. ഈ വചനത്തിൽ നിന്ന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. A great problem, ഇതൊരു വലിയ പ്രശ്നമാണ്. also a great provision. ദൈവത്തിന്റെ ഒരു വലിയ കരുതൽ നമ്മൾ ഇവിടെ കാണുന്നു. Also the personal God used in this. ഇതിനായിട്ട് ഉപയോഗിച്ച വ്യക്തികളെ നമ്മൾ ഇവിടെ കാണുന്നു. First, as we see, the famine was so great and it was so severe. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്ക് തന്നെ മഹാക്ഷാമം എന്ന, കേവലം ഒരു ക്ഷാമമായിരുന്നില്ല. Because the king Ben-Hadad mobilized his entire army in such a way that they did not attack Israelites directly. നേരിട്ട് ഇസ്രായേൽ മക്കളെ ആക്രമിക്കാതെ ബെൻഹദദ് സൂത്രപ്രകാരം മറ്റൊരു വഴിയിലാണ് ആക്രമിക്കുന്നത്. But they camped around the city. പട്ടണത്തിന് ചുറ്റും ഉപരോധം ഏർപ്പെടുത്തി. So the capital city of Shomron. ഷംറോൻ പട്ടണത്തിന്റെ, and they stopped every food and also they stopped the water which was coming into the city. പട്ടണത്തിലേക്ക് വരുന്ന വെള്ളവും ആഹാരത്തെയും നിലച്ചു, അതിന്റെ സപ്ലൈ നിലപ്പിച്ചു. The siege lasted so long. ആ ഉപരോധം അല്പം ദൈർഘ്യമുള്ളതായിരുന്നു. You see how he was so determined that King Ben-Hadad was. എത്ര നിശ്ചയദാർഢ്യത്തോടെ ആണ്, ക്രൂരതയോടെയാണ് പ്രവർത്തിച്ചതെന്ന് നോക്കൂ. He did not want to go back. തിരിച്ചു പോകാൻ ആഗ്രഹിച്ചില്ല. Yes, today we see the great problem everywhere. എല്ലാ ഇടങ്ങളിലും നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ ഇന്ന് നാം കാണുന്നു. This problem was a sudden problem to them.
ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നമാണ്. Unexpected, sudden problem. പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. And also the problem was so severe. അത് വളരെ വളരെ തീവ്രതയുള്ള പ്രശ്നമായിരുന്നു, മഹാക്ഷാമമായിരുന്നു. And also the problem was because of their sin. അവരുടെ പാപം നിമിത്തമാണ് ഈ അവസ്ഥ വന്നതും. You see how desperate this famine was. ഈ ക്ഷാമം എത്ര മഹാക്ഷാമമാണെന്ന് നോക്കൂ, എത്ര ഹീനമായ നിലയിലാണെന്ന് നോക്കൂ. They were literally starving for death. അവര് മരണത്തിനായി മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കത്തക്ക അവസ്ഥ. And you see how they were even wanted to buy donkey's head. ഒരു കഴുതയുടെ തല വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിക്കൂ. Now we also see many problems like this around us. നമ്മുടെ ചുറ്റും ഇതിന് സമാനമായ പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. Many unexpected sudden problems were coming. പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ. You see, last year there was sudden floods all over India, not only in Kerala, not only in Vijayawada. വിജയവാഡയില് മാത്രമല്ല എല്ലാ ഇടങ്ങളിലും ഫ്ലഡ് ഉണ്ടായത് നമുക്കറിയാം. Not only in India, in around the world there was so much the problem of floods, sudden flash ലോകം floods. മുഴുവനും പ്രളയം, പെട്ടെന്നുണ്ടാകുന്ന പ്രളയങ്ങൾ നമ്മൾ കണ്ടു. So they named it flash floods. ഫ്ലാഷ് ഫ്ലഡ് എന്നാണ് അതിനെ പറയുന്നത്. മിന്നൽ പ്രളയങ്ങൾ. They came to Vijayawada also. വിജയവാഡയിലും ഉണ്ടായി. So one Sunday morning it was around 8 o'clock. 8 മണിക്ക് ഒരു ഞായറാഴ്ച. And the churches and church pastors were getting ready for the ministry. സഭയും ശുശ്രൂഷകരും ഒരുങ്ങുകയായിരുന്നു. Most of the other people were just sleeping, so because they don't need to get up so early. നേരത്തെ എഴുന്നേൽക്കണ്ട എന്ന് വിചാരിച്ച് Those who were working 6 days so hard, those who were working 6 days 6 ദിവസം കഠിനാധ്വാനം ചെയ്തവര്, all of a sudden 8 o'clock 8 മണിക്ക് പെട്ടെന്ന് floods came and hit Vijayawada. ഈ പ്രളയം വന്ന് വിജയവാഡയെ അടിച്ചു. Within a half an hour to 1 hour time, the water level raised until this height. 1 മണിക്കൂർ കൊണ്ട് വെള്ളത്തിന്റെ നില വളരെ ഉയർന്നു. No one could bring anything out of their homes. അവരുടെ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. They lost everything. എല്ലാം നഷ്ടമായി. But by God's grace, there were not many lives were costed. അനേക ജീവൻ പോലും നഷ്ടമായില്ല എന്നുള്ളതാ ദൈവത്തിന്റെ കൃപ. In such a way, problems. You see, പ്രശ്നങ്ങൾ പെട്ടെന്ന് വരുന്നത് ചിലപ്പോൾ അങ്ങനെയാണ്. last month we saw what happened in Pahalgam. പെഹൽഗാമിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിനങ്ങളിൽ all of a sudden, unexpectedly, പെട്ടെന്ന് though there 26 lives have gone. 26 ജീവൻ പൊലിഞ്ഞു. Actually 26 families affected. 26 families. 26 കുടുംബങ്ങൾ അല്ലേ അത് ബാധിച്ചു. My sister, my cousin sister, just 2 days ago the whole of their family was there in Pahalgam. 2 ദിവസം മുമ്പ് എൻ്റെ സിസ്റ്റർ, കസിൻ സഹോദരി അവിടെ ഉണ്ടായിരുന്നു. One family from our church relatives, just 1 day before the incident happened, they were in Pahalgam. ചർച്ചിലുള്ള ഒരു ഫാമിലിയുടെ ബന്ധുക്കള് തലേ ദിവസം അവിടെ ഉണ്ടായിരുന്നു. So all of the sudden these things, many things have been happening to us. പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ലോകത്തെല്ലായിടത്തും നടക്കുന്നു. And also today as we see, people are hurting everywhere. എല്ലാ ഇടങ്ങളിലും ആളുകൾക്ക് വേദനകൾ ഉണ്ടാകുന്നു. People have problems, drugs. പല വിധങ്ങളിലുള്ള പ്രശ്നങ്ങൾ. Also there is the problem of alcohol and ഡ്രഗിന്റെ പ്രശ്നങ്ങൾ, ആൽക്കഹോളിന്റെ, illicit sex increasing, അനാരോഗ്യകരമായ അധാർമികമായ ജീവിത രീതികൾ, unhappiness, broken homes, സന്തോഷമില്ലാത്ത അവസ്ഥ, തകർന്ന കുടുംബങ്ങൾ, so many divorces increasing, വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നു. So things are problems, the severity is increasing. പ്രശ്നങ്ങളുടെ തീവ്രത ലോകത്തെല്ലായിടത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. And wherever we see only problem. എവിടെയൊക്കെ നോക്കിയാലും പ്രശ്നം മാത്രമാണ്. And also we see that this is because of sin. ഇതെല്ലാം പാപത്തിന്റെ ഒരു അനന്തര ഫലം തന്നെയാണ്. You know, King David was so faithful until the end of his life. ദാവീദ് തന്റെ ജീവിതത്തിന്റെ അവസാനം വരെ വിശ്വസ്തനായിരുന്നു.
But King Solomon, when he has established his kingdom, എന്നാൽ ശലോമോൻ തന്റെ രാജ്യത്തെ സ്ഥാപിച്ചപ്പോൾ he went to Egypt and brought his wife from Egypt. ഈജിപ്തിൽ married a പോയി girl. ഭാര്യമാരെ അവിടെ നിന്ന് സ്വീകരിച്ചു. And after some days, he stopped worshipping true God, but he started worshipping the idols. ആ അല്പസമയത്തിന് ശേഷം സത്യദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ബിംബങ്ങളെ ആരാധിക്കാനായിട്ട് ആരംഭിച്ചു. It was only because of God's covenant between David and God. God could not do anything to him. ദാവീദും ദൈവത്തോടും തമ്മിൽ ഉണ്ടായിരുന്ന ഉടമ്പടി നിമിത്തം ഒന്നും ചെയ്തില്ല. But after Solomon, kingdom was divided into two. എന്നാൽ ശലോമോന് ശേഷം ഈ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. And when the kingdom of Israelites, now we are seeing about kingdom of Israelites. ഇസ്രായേൽ ജനങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. 10 tribes were into this today's passage. 10 tribes. 10 ട്രൈബുകൾ ഒരു ഭാഗത്ത്, And 2 tribes were tribe of Judah, the kingdom of Judah. 2 ഗോത്രങ്ങളാണ് യൂദായുടെ ഗോത്രം. When we see the kings of Israel, നമ്മൾ ഇസ്രായേൽ മക്കളുടെ രാജാക്കന്മാരെ നോക്കുമ്പോൾ most of their kings were wicked kings. അവരിൽ ഭൂരിഭാഗം ആളുകളും ദുഷ്ടന്മാരായിരുന്നു. They did not follow the footsteps of David, ദാവീദിനെ പോലെ ദൈവത്തെ അനുഗമിക്കുന്ന മനസ്സുള്ളവരായിരുന്നില്ല. but they followed the footsteps of Solomon and Jeroboam. ശലോമോന്റെയും ജെരോബോയമിന്റെയും കാലടികളെ പിന്തുടർന്നു. Now here we see the name of the king here was Jehoram. ഇവിടുത്തെ രാജാവിന്റെ പേര് ജെഹോറാം എന്നായിരുന്നു. He is the son of Ahab. ആഹാബിന്റെ മകനായിരുന്നു അവൻ. And you know Ahab was so wicked against the Lord. ആഹാബ് ദൈവത്തിനെതിരെ ഒരു ദുഷ്ടനായ രാജാവ് തന്നെയായിരുന്നു. As Jeroboam turned the hearts of the people against God, even Ahab just continued in the same way. ആഹാബും അതേ വിധത്തിൽ ആഹാബിനെ പോലെ തന്നെ ദൈവത്തിനെതിരെ മുഖം തിരിച്ചുകൊണ്ട് ജീവിച്ചു. And now even when the problem was so sudden, so severe, ഈ പ്രശ്നം വളരെ പെട്ടെന്നായിരുന്നു, സിവിയർ ആയിരുന്നപ്പോഴും he never expected this kind of problem in his kingdom. ഈ സ്ഥലത്ത് ഒരു പ്രശ്നവും പ്രതീക്ഷിച്ചില്ല. People were dying of the famine. വിശപ്പ് നിമിത്തം, ക്ഷാമം നിമിത്തം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. It was so severe that even people are turning towards cannibalism. ആളുകളെ തിന്നുന്ന അവസ്ഥ, പച്ചയ്ക്ക് മനുഷ്യമാംസം തിന്നുന്ന അവസ്ഥ വേറെയായി. 2 women were talking together. Today let us cook your son and tomorrow I will give my son for cooking and eating. ഇതൊക്കെ 2 സഹോദരിമാർ തമ്മിലുള്ള സംഭാഷണമാണ്. ഇന്ന് എൻ്റെ കുഞ്ഞിനെ തിന്നാം, നാളെ നിന്റെ കുഞ്ഞിനെ തിന്നാമെന്ന നിലയിൽ. Oh, it's really hard even for us to imagine. ചിന്തിക്കാനോ ചിന്തിപ്പാൻ പോലും കഴിയാത്തത്ര ഭീകരമായൊരവസ്ഥ. What should a king do? ഒരു രാജാവ് എന്താ ചെയ്യേണ്ടത്? How should he respond? എങ്ങനെ പ്രതികരിക്കണം? How should he mobilize the entire people, those who are still alive? ജീവിക്കുന്നവരെ എങ്ങനെ നയിക്കണം? Let us confess our sins before the Lord. ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. Let us turn our hearts to God. ദൈവത്തോട് നമുക്ക്, ദൈവത്തിങ്കിലേക്ക് നമുക്ക് മുഖം തിരിക്കാം, ഹൃദയം തിരിക്കാം. Can you see here that kind of things happening? അത് ഇന്ന് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? No. But he was not doing like that. താൻ ശരിയായ പാതയിലല്ല ചെയ്തത്. But when we see the behavior of king here in this passage, ഇവിടുത്തെ രാജാവിന്റെ സ്വഭാവം നോക്കുമ്പോൾ it was so strange. വളരെ വിചിത്രമായി തോന്നും. The number one thing, he was when one woman asked for help, dear king, please help me. സഹായിക്കണമേ എന്നൊരു സഹോദരി യാചിച്ചപ്പോൾ, and he was speaking to her. He was speaking to her. അവളോട് ഇങ്ങനെ പ്രതികരിച്ചു, if the Lord is not helping, how can I help? ദൈവം സഹായിക്കുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? For what for is the king on the throne? What for is the king on the throne? രാജാവിന് എന്ത് ചെയ്യാൻ കഴിയും? To help people. ജനങ്ങളെ സഹായിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? To seek ways and means so that he can help them.
അവരെ സഹായിക്കാനുള്ള വഴി അന്വേഷിക്കേണ്ടവനാണ്. Now he is telling, if the Lord is not helping, what can I do for you? ദൈവം നിങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞ് കൈ കഴുകുന്ന അവസ്ഥ. Then the second thing he is telling, രണ്ടാമത്തെ കാര്യം പറയുന്നത്, by tomorrow this time I want the head of Elisha. നാളെ ഈ നേരത്തിനുള്ളിൽ എനിക്ക് എലീശയുടെ തല വേണം. Is that the solution to that problem? പ്രശ്നത്തിന് പരിഹാരം അതാണോ? Behaving so strangely. വളരെ വിചിത്രമായി പ്രതികരിക്കുന്ന രാജാവ്. The spirit of Jezebel is still, we can look into this in this king. ജെസബേലിന്റെ ആ ഒരു ആത്മാവിനെ നമ്മൾ ഇവിടെ കാണുന്നു. Jezebel asked for the head of Elijah and he is asking for the head of Elisha. ഏലിയാവിന്റെ തല ഇസബേൽ ആഗ്രഹിച്ചു, ഇദ്ദേഹം ആഗ്രഹിക്കുന്ന എലീശയുടെ തലയാണ്. And when the people saw while he was walking on the city wall, താന് പട്ടണത്തിലെ മതിൽ നടക്കുമ്പോൾ, when he tore his clothes after listening to that woman, ആ സഹോദരിയുടെ വാക്ക് കേട്ട് തന്റെ വസ്ത്രം കീറി. they saw that there was his inner clothes were sackcloths. അവന്റെ ഉള്ളിലെ വസ്ത്രം അത് ചാക്ക് കൊണ്ടായിരുന്നു. Do we wear sackcloths for our inner bunions? നമ്മൾ ബനിയനായിട്ട് ചാക്ക് ധരിക്കാറുണ്ടോ? No, nobody will wear like that. അങ്ങനെ ആരും ചെയ്യില്ല. All the strange behavior. അത് വളരെ വിചിത്രമാണ്. God asked people to tear their clothes when something happened, but how? They have to put sackcloths and they have to sit in the ashes. They have to put the ash on their head and they had to pray and confess their sins. അവരുടെ വെണ്ണീറിൽ ഇരുന്ന ചാക്ക് ധരിച്ചുകൊണ്ട് എങ്ങനെ പാപങ്ങൾ ഏറ്റുപറയണമെന്ന് കർത്താവ് കാണിക്കുന്നു. What is the use of wearing sackcloths as an inner clothes and roaming on the walls? അങ്ങനെ ചെയ്തതിന്റെ ഫലം എന്താണ്? Even maybe the church is doing today like that. സഭ ഇന്ന് അങ്ങനെ ചെയ്യുന്നു. And one more strange behavior here. ഇവിടെ കാണുന്ന മറ്റൊരു വിചിത്രമായ സ്വഭാവം, the king said, this disaster is from the Lord. Why should I wait for the Lord anymore? ഈ ദുരന്തം ദൈവത്തിൽ നിന്നാണ്, എന്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കണം? Why should I follow God any longer? ദൈവത്തെ ഇനി എന്തിനു പിന്തുടരണം? Is it the response? Is it the right response? ഇത് ശരിയായ പ്രതികരണമാണോ? No, everything is strange. ഇതെല്ലാം വളരെ വിചിത്രമായി തോന്നും. Many believers act strangely when they face problems. പ്രശ്നം വരുമ്പോൾ വളരെ വിചിത്രമായി പെരുമാറും ഒത്തിരി വിശ്വാസികൾ. Why? എന്തുകൊണ്ട്? Because they are not in right relationship with the Lord. ദൈവത്തോടുള്ള ശരിയായ ബന്ധത്തിലല്ല. When they don't have any fellowship with the Lord and with his word, ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള കൂട്ടായ്മ ആയിരിക്കുമ്പോൾ they start respond strangely. അവര് വിചിത്രമായി പ്രതികരിക്കും. But when we see Jesus, എന്നാൽ യേശുവിനെ നമ്മൾ കാണുമ്പോൾ, while he was on this earth, അവിടുന്ന് ഈ ലോകത്തിലായിരുന്നപ്പോൾ, whenever he saw a problem, he responded promptly. ഒരു പ്രശ്നം കാണുമ്പോൾ ശരിയായ വിധത്തിൽ അതിനോട് പ്രതികരിച്ചു. When he saw Jerusalem, he wept. ജെറുസലേമിനെ നോക്കി അവിടുന്ന് വിലപിച്ചു. When he saw a paralyzed man, ഈ തളർവാദ രോഗിയെ കണ്ടപ്പോൾ immediately he responded, let your sins are forgiven. പെട്ടെന്ന് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. When he saw Zacchaeus, സക്കായിയെ കണ്ടപ്പോൾ he wanted him to be saved so that his sins are forgiven. He will become the son of Abraham. അബ്രഹാമിന്റെ മകനായി രക്ഷയുടെ ഭാഗമായി തീരാൻ ആഗ്രഹിക്കുന്ന കർത്താവിനെ കാണുന്നു. It is the responsibility of you and me to respond to the problem in a prompt way. നമ്മുടെ ചുറ്റും കാണുന്ന പ്രശ്നങ്ങളോട് ശരിയായ വിധത്തിൽ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. We are looking around and we see a great problems. നമ്മളുടെ ചുറ്റും നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. Also maybe even we see problems, similar problems in our homes also. നമ്മുടെ വീട്ടിലും നമ്മൾ അങ്ങനെ സമാനമായ പ്രശ്നങ്ങൾ കാണും. Sometimes with the children, കുഞ്ഞുങ്ങളോടൊപ്പം, sometimes with the communities, with the families. കുടുംബ ബന്ധങ്ങൾ തമ്മിൽ. But we should always be in a right spirit and right relationship with the Lord, and we respond rightly. ശരിയായ വിധത്തിൽ ദൈവത്തോട് ബന്ധപ്പെട്ട് ശരിയായ വിധത്തിൽ അതിനെ കൈകാര്യം ചെയ്ത് പ്രതികരിപ്പാൻ ദൈവം കൃപ തരണം. God said in 2 Chronicles 7,
2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൽ കർത്താവ് 13 and പറഞ്ഞു. 14. 14-ാമത്തെ വാക്യം വായിക്കാമോ? When I shut up the heavens so that there is no rain, or command locusts to devour the land, or send a plague among my people, if my people who are called by my name will humble themselves and pray and seek my face and turn from their wicked ways, then I will hear from the heaven and I will forgive their sin and will heal their land. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാമോ? 2 Chronicles 7. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം You can read only 14. It's no problem. 14-ാമത്തെ വാക്യം വായിക്കാം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. This is the right thing to do. ഇത് ശരിയായ വിധത്തിലുള്ള പ്രതികരണമാണ്. The Lord is expecting us to do this way. ഈ വിധത്തിലാണ് നമ്മൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. We shall humble ourselves. നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തണം. We shall pray. നമ്മൾ പ്രാർത്ഥിക്കണം. We shall seek His face. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. And turn from their wicked ways, our wicked ways. നമ്മുടെ ദുഷ്ടമാർഗങ്ങളെ വിട്ടുതിരിയണം. And also the book of Joel, 2nd chapter 12 and 13, the Lord says there. യോവേലിന്റെ പുസ്തകം 2:12 മുതലുള്ള 14 വരെയുള്ള വാക്യങ്ങളിൽ Even now declares the Lord. അവിടെയും ഇങ്ങനെ പറയുന്നു, ഇപ്പോഴും ഞാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. Even now means when there was so great famine on the land. ദേശത്തെല്ലാം ക്ഷാമമുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ All the crops were eaten by 4 kinds of worms. പല തരത്തിലുള്ള പുഴുക്കൾ എല്ലാ ഹാർവെസ്റ്റുകളും തിന്നുകളിരിക്കുന്ന അവസരത്തിൽ Even now, ഇപ്പോഴും return to me with all your heart. Return to me with all your heart. പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് തിരിയുക. With fasting and weeping and mourning. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ വിലാപത്തോടെ. Rend your heart and not your garments. നിങ്ങളുടെ തുണികളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി. Return to the Lord your God. ദൈവത്തിങ്കിലേക്ക് തിരിയുക. This is what Lord says. ഇതാണ് ദൈവം പറയുന്നത്. Let us act promptly when we see and face the problems. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ശരിയായ വിധത്തിൽ അതിനോട് പ്രതികരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. Then the Lord is so gracious. ദൈവം അങ്ങനെ നമ്മളോട് കരുണ കാണിക്കും. And compassionate. നമ്മളോട് കരുണ കാണിക്കും. Slow to anger. കർത്താവ് തന്റെ കോപം നമ്മളോട് സംഗ്രഹിച്ചു വെക്കില്ല. Abounding in love. ദൈവത്തിന്റെ ദീർഘമായ സ്നേഹവും ക്ഷമയും നമ്മളോട് കാണിക്കും. And even He relents from sending calamity. നമ്മളുടെ മേൽ വരുത്തുമെന്ന് ഉദ്ദേശിക്കുന്ന ദുരന്തങ്ങളെ മാറ്റും. I believe ഞാൻ വിശ്വസിക്കുന്നു. Elisha was praying all the time. എലീശ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. The prophet Elisha was seeking God's face. എലീശ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചുകൊണ്ടിരുന്നു. He was humbling himself. തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ടിരുന്നു. Then the Lord wanted to do a great miracle among that. അവരുടെ നടുവിൽ ഒരു വലിയ അത്ഭുതം ചെയ്യാൻ ദൈവം ആഗ്രഹിച്ചു. So this brings us to the chapter 7 and verse 1. ഇതാണ് 7-ാം അധ്യായത്തിന്റെ ആ ഒരു പശ്ചാത്തലം. So by tomorrow God is going to do a great miracle. നാളെ ഈ നേരത്ത് ഇതിനുള്ളിൽ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്യാനായിട്ട് പോകുന്നു. What did God do? ദൈവം എന്താണ് ചെയ്തത്? What was that provision God made? ദൈവം ഒരുക്കിയ കരുതൽ എന്തായിരുന്നു? You see, when the 7th chapter and 5th verse, 5-ാമത്തെ വാക്യം, 7-ന്റെ 5-ാമത്തെ വാക്യം, and actually 5th and 6th. 5-ഉം 6-ഉം. At dusk they got up and went to the camp of the Arameans. When they reached the edge of the camp, no one was there, for the Lord had caused the Arameans to hear the sound of chariots and horses and of great army, so that they said to one another, "Look, the king of Israel has hired the Hittite and Egyptian kings to attack us." അങ്ങനെ അവർ അരാം പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ട അരാം പാളയത്തിന്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണാനില്ല. കർത്താവ് അരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിച്ചിരുന്നത് കൊണ്ട്
ആ വാക്യം വായിക്കാമോ? Yes. The Lord did a great miracle. ദൈവം വലിയ ഒരു അത്ഭുതം ചെയ്തു. What a great miracle. എത്ര വലിയൊരു അത്ഭുതം. Have you heard like this any time in your life? ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? The sound of a great chariots, horses and army. വലിയ രഥങ്ങളുടെ സൈന്യത്തിന്റെ ആരവം. This was a supernatural doing of the Lord. ഇത് ദൈവത്തിന്റെ പ്രകൃത്യാതീതമായ ഒരു പ്രവൃത്തിയായിരുന്നു. As it was a supernatural divine intervention the Lord gave. ദൈവം സൂപ്പർ നാച്ചുറലായി പ്രകൃത്യാതീതമായി പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായി ഇടപെട്ട ഒരു വിധമാണ്. How severe may be the problem, പ്രശ്നങ്ങൾ എത്ര തീവ്രതയുള്ളതാണെങ്കിലും God has a perfect solution. ദൈവത്തിന് അതിന് പൂർണ്ണമായ ഒരു He പ്രതിവിധിയുണ്ട്. can do miracles in our lives. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ അവിടുത്തെ And കഴിയും. He can, within a twinkling of an eye, He can remove the problem. കണ്ണിമയ്ക്കുന്നതിനിടയിൽ ആ പ്രശ്നത്തെ മാറ്റാൻ ദൈവത്തിന് കഴിയും. How supernatural it was. അത്ര മഹത്തരമായ നിലയിലാണ് ഇത് നടന്നത്. God can cause a sound of an army, sound of chariots, sound of horses. വലിയ സൈന്യത്തിന്റെ രഥങ്ങളുടെ ആരവം കേൾപ്പിക്കാൻ ദൈവത്തിന് കഴിയും. They were literally listening to those voices. അവര് ആ ശബ്ദം അവര് ശരിക്കും കേൾക്കുകയായിരുന്നു. And they were for sure believed that അവരത് വിശ്വസിച്ചു. God, this Israelite king has hired some other kings. മറ്റുള്ള ചില രാജാക്കന്മാരെ വിലയ്ക്ക് വാങ്ങി. And when they have looked about it, so they got up and fled in the dusk and abandoned their tents and their horses and donkeys. They left the camp as it was and ran for their lives. അവരുടെ ജീവന് വേണ്ടി ഓടുന്നതായി നമ്മൾ കാണുകയാണ്, അവർ കാണുകയാണ്. And the men who had leprosy reached the edge of the camp, entered one of the tents and ate and drank. കുഷ്ഠം ബാധിച്ച രണ്ട് കുഷ്ഠരോഗികളെ കുറിച്ച് വായിക്കുന്ന അവര് ഇഷ്ടം പോലെ അവര് ഭക്ഷിച്ചു പാനം ചെയ്തു. And then they took silver, gold and clothes. അവര് ആ ഭാഗം എങ്ങനെ പറയുന്നത്? ആ കുഷ്ഠരോഗികൾ പാളയത്തിന്റെ അറ്റത്തെത്തി ഒരു കൂടാരത്തിനകത്ത് കയറി തിന്നു കുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്ത് കൊണ്ടുപോയി ഒളിച്ചു വെച്ചു. മടങ്ങി വന്ന് മറ്റൊരു കൂടാരത്തിനകത്ത് കയറി അതിൽ നിന്നും എടുത്തു കൊണ്ടുപോയി ഒളിച്ചു വെച്ചു. Amen. And this, you see, this provision was a suitable provision for them. അവർക്ക് അനിവാര്യമായ ഒരു കരുതലായിരുന്നു, ഒരു പ്രതിവിധിയായിരുന്നു ഇത്. It was supernatural and it was also suitable provision. ഇത് പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായിരുന്നു, പക്ഷേ അത് അവർക്ക് അനിവാര്യമായിരുന്നു. What did they need at that time? ആ സമയത്ത് എന്തായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്? Food to save their lives. അവർക്ക് ജീവിക്കാൻ ആഹാരം വേണം. And they got sufficient food. ആ ദൈവം അത് ധാരാളമായി നൽകി. And also it was really sufficient for all of them. എല്ലാവർക്കും ഇഷ്ടം പോലെ എടുക്കത്തക്ക വിധത്തിൽ ഒരുക്കി. Not only for 4 lepers. 4 കുഷ്ഠരോഗികൾക്ക് മാത്രമായിരുന്നില്ല. For the whole city of Shomron can eat and drink and be sufficient. ആ പട്ടണത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടം പോലെ ഭക്ഷിക്കത്തക്ക വിധത്തിലുള്ള ഒരു കരുതൽ. What a great thing God did. എത്ര വലിയ അത്ഭുതകരമായ ഒരു കാര്യം കർത്താവ് ചെയ്തു. He has done the same thing to you and to me. നമുക്കും കർത്താവ് അത് തന്നെയാണ് ചെയ്തത്. Though we don't have the real physical problem, നമുക്ക് ഭൗതികമായ ശാരീരികമായ പ്രശ്നങ്ങളല്ലെങ്കിൽ കൂടെ spiritually we were in such a famine. ആത്മീയമായി നമ്മൾ ഇതിലും വിഷമകരമായ ഒരു ക്ഷാമത്തിലായിരുന്നു. All of us were in sin. നമ്മൾ എല്ലാവരും പാപത്തിൽ മരിച്ചവരായിരുന്നു. God supernaturally sent his one and only son to the ദൈവം കരുണാസമ്പന്നനായ ദൈവം തന്റെ ഏകജാതനെ നമുക്ക് വേണ്ടി അയച്ചു. Nobody on this earth could save us. ഈ ലോകത്തിൽ ആർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. Provide forgiveness of sins. പാപത്തിന് ക്ഷമ നൽകാൻ കഴിയില്ല. Jesus alone. യേശുവിന് മാത്രം. But when he came to this earth, it was really supernatural with a great power of God. ഈ ലോകത്തിലേക്ക് വന്നപ്പോ
പ്രകൃതി നിയമങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ആണ് കർത്താവ് ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്. When Gabriel replied to the question of Mary, how will it happen? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയ ചോദിച്ചപ്പോൾ Then ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത്, what did Gabriel said? എന്താണ് ദൂതൻ പറഞ്ഞത്? It is when the power of God surrounds you, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമെന്നാണ്. and by the Holy Spirit you will conceive. നീ പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കുമെന്നാണ്. Maybe that time Mary could understand only something. എന്തോ ചിലത് മറിയയ്ക്ക് മനസ്സിലായി കാണും. Actually, it took a great power for God to make his son or Jesus or God himself to become into a small particle into the womb of Mary. ഇത്ര ഉന്നതനായ മഹാദൈവം ഇത്ര ചെറുതായി മറിയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ആ അത്ഭുതത്തെ ഒന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമോ? And also when Jesus was got up, raised up from the dead, കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ how do you think about it? Do you think that resurrection of Jesus was just like the resurrection of Lazarus? ലാസർ എഴുന്നേറ്റതുപോലെ ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? Or the resurrection of a widow's son? വിധവയുടെ മകൻ എഴുന്നേറ്റതുപോലെ ആണെന്ന് ചിന്തിക്കുന്നുവോ? No, not at all. അല്ല, ഒരിക്കലുമല്ല. And how do you see it? എങ്ങനെയാണ് ആ പുനരുത്ഥാനത്തെ കാണുന്നത്? Let us turn into Ephesians chapter 1 എഫേസ്യ ലേഖനം 1-ാം അധ്യായം എടുത്താട്ടെ. from 16 verse from 17th. 16-17 വാക്യങ്ങൾ മുതൽ. നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. 19th verse when we read it, verse 19. 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. And his incomparably great power for us who believe, that power is the same as mighty strength he exerted when he raised Christ from the dead and seated him to his right hand in heavenly realms. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തെക്കുറിച്ച് അവിടെ പറയുന്നു. ആ ശക്തിയാണ് അവിടെ വ്യാപരിച്ചത് എന്ന് പറയട്ടെ. It was a really supernatural solution for all the human mankind. മനുഷ്യന് വേണ്ടി ഒരുക്കപ്പെട്ട പ്രകൃതി നിയമങ്ങൾക്കെല്ലാം ഉന്നതമായ ഒരു പ്രതിവിധിയായിരുന്നു അത്. And even today, whether it is physical or spiritual, we have all sufficient God with us. നമ്മൾക്ക് ഏതു തരങ്ങളിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും എല്ലാത്തിനും മതിയായവനായ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. Paul says, it's not I, but Christ lives in me. പൗലോസ് പറയുന്നു, ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. We have God with us. We have a great solution with us for this world. ഈ ലോകത്തിൽ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഏത് വെല്ലുവിളികളെയും അതിജീവിപ്പാനുള്ള കൃപ നമുക്കുണ്ട്. Here when they ate, when they have collected some of those things for these 4 lepers, ഇവര് ഈ ഇതെല്ലാം പ്രാപിച്ചപ്പോൾ, നേടിയെടുത്തപ്പോൾ, and what they were doing, അവരെന്താ ചെയ്തത്? you see, they were talking to each other. ഈ കുഷ്ഠരോഗികൾ അന്യോന്യം സംസാരിക്കുന്നു. They were taking some of those things and hiding and coming back and one again taking some of those things and hiding them. കുറച്ച് വസ്തുവകകൾ എടുത്ത് അവർ മറച്ചു വയ്ക്കുന്നു, പിന്നെയും എടുത്ത് മറച്ചു വയ്ക്കുന്നു, എന്നിട്ട് അവർ അന്യോന്യം സംസാരിക്കുന്നു. I believe God's children also doing the same thing these days. ഈ കാലങ്ങളിൽ ക്രിസ്തീയ വിശ്വാസികളും ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. Heaping up things, കാര്യങ്ങൾ എല്ലാം കൂട്ടി വയ്ക്കുന്നു, keeping, നമ്മൾ ഒളിച്ചു വയ്ക്കുന്നു, hiding.
അത് മറച്ചു വെക്കുന്നു. God is giving us so many blessings that we are heaping the blessings. നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെ ഒക്കെ നാം മറച്ചു വെക്കുന്നു, Keeping the blessings. അതിനെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു. And even we dare them to hide for ourselves and for future generations in our homes. നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി വരും തലമുറകൾക്ക് വേണ്ടി മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. But just at that time, ആ സമയത്ത് one of the leper told, ഒരു കുഷ്ഠരോഗി ഇങ്ങനെ പറഞ്ഞു, it's not good for us to stay here. ഇവിടെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് നന്നല്ല. You see, the third thing, personal, I'm going to talk few minutes about these lepers. ഈ കുഷ്ഠരോഗികളെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. So you see, what they were doing is, number one, they were common people. അവർ സാധാരണ മനുഷ്യരായിരുന്നു. In them I see they were so common. അവർ വളരെ സാധാരണക്കാർ. When God has done such a miracle, He needed some people to take what has happened to Samaria. ദൈവം ഒരു അത്ഭുതം ചെയ്യുമ്പോൾ ദൈവത്തിന് ചിലരെ വേണമായിരുന്നു ഈ സംഭവ ചരിത്രം ശമരിയക്കാരെ അറിയിക്കുവാൻ. The whole Aramean army has fled. എല്ലാ അരാമ്യ പാളയത്തിലുള്ള എല്ലാ സൈന്യങ്ങളും ഓടിപ്പോയി. There were lot of food is remaining there. അവിടെ ഇഷ്ടം പോലെ ഭക്ഷണം ശേഷിച്ചിരിക്കുന്നു. But how can the people in the city know this thing? ഈ പട്ടണത്തിലുള്ള ശമരിയ പട്ടണത്തിലുള്ള ആളുകൾക്ക് ഇത് എങ്ങനെ അറിയാൻ പറ്റും? They were just perishing there. അവിടെ അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. But they don't know that so much food is here. ഇവിടെ ഇത്രമാത്രം ആഹാരം ഉണ്ടെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. Just at that time, God used 4 lepers. ആ സമയത്താണ് ഈ 4 കുഷ്ഠരോഗികളെ ദൈവം ഉപയോഗിക്കുന്നത്. They were common. They were even suffering with leprosy. അവർ സാധാരണക്കാരാണ്, അവർ കുഷ്ഠരോഗത്താൽ കഷ്ടപ്പെടുന്നവരാണ്. But how could God use them? എന്നാൽ എങ്ങനെയാണ് ദൈവം അവരെ ഉപയോഗിച്ചത്? Because they have good conscience. അവർക്ക് നല്ലൊരു മനസ്സാക്ഷി ഉണ്ടായിരുന്നു. Though they have eaten and they were contented, അവര് തിന്ന് തൃപ്തി പ്രാപിച്ചെങ്കിലും then their conscience pricked. അവരുടെ മനസ്സാക്ഷി അവരെ കുത്തി. Let us go and tell this thing to the king and the people over there. അവിടെയുള്ള രാജാവിനോടും ജനങ്ങളോടും നമ്മൾ പോയി ഇത് അറിയിക്കണം. What a great thing this is with us. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ലേ? What God is teaching to us today. ഇന്ന് എന്താണ് നമ്മളോട് ഇത് പറയുന്നത്? We once were more than that kind of lepers. നമ്മൾ ഈ കുഷ്ഠരോഗികളെക്കാൾ കഷ്ടമായ അവസ്ഥയിലായിരുന്നു. By God's grace we have been saved. ദൈവത്തിന്റെ കരുണയാലും കൃപയാലും നമ്മൾ രക്ഷിക്കപ്പെട്ടു. But when we know that when we see the problem around this world, ലോകത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുമ്പോൾ God has already done miracles and God can save all of them now. ദൈവം വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. അവരെ എല്ലാവരെയും രക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും. It is the responsibility of church to go and share the gospel. ഇത് സഭയുടെ ഉത്തരവാദിത്വമാണ്. May the Lord bring revival in all over the India so that a great church would rise again. വീണ്ടും നല്ല വലിയ സഭകൾ ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണമുള്ള ഒരു റിവൈവല് ഇന്ത്യ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. May the Lord bless this word and once again we pray for that. ഈ ദൈവവചനത്താൽ നമ്മളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. Yes, that is. Praise the Lord. Hallelujah.